ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അവരാത്ത് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ അഹമ്മദാബാദാണ് പോകാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് ഫുൾ പ്രിപ്പയർഡ് ആയിട്ടുള്ള ട്രിപ്പായിരിക്കും. ടിക്കറ്റൊക്കെ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് ഫസ്റ്റ് ക്ലാസ് ലോക്കൽ ടിക്കറ്റാണ്. ട്രെയിനിൻ്റെ അകത്ത് കയറുന്നതാണ് കുറച്ച് ടാസ്ക്. അതിമോഹമാണെന്നറിയാം, എന്നാലും നമുക്ക് കയറിയേ പറ്റത്തുള്ളൂ. സോ 2 ട്രെയിനുണ്ട്, നമുക്ക് ഏത് ട്രെയിനിൽ വേണമെങ്കിലും പോവാം. 8:30 ട്രെയിനുണ്ട്, പിന്നെ 11:20 അങ്ങോട്ടൊരു ട്രെയിനുണ്ട്. സോ ഇപ്പം 7 മണിയായിട്ടുണ്ട്. ഞാൻ 8:30 ട്രെയിനിലാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ അഹമ്മദാബാദ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി, 2-3 മ്യൂസിയം, പാർക്ക്, പിന്നെ ഒരു റിവർ സൈഡ്, അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. എൻ്റെ 100ഓളം ഫ്രണ്ട്സ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞു വീഡിയോസൊക്കെ സൂപ്പറാണ്, കൊള്ളാം, കീപ്പ് ഇറ്റ് എ ബ്രോ. Then they said they have some language issues because ഞാനിപ്പോൾ നോർത്തിലല്ലേ വർക്ക് ചെയ്യുന്നത്, നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ആർ നോർത്ത് ഇന്ത്യൻ, സോ ദേ ഡോണ്ട് നോ അബൌട്ട് മൈ ലാംഗ്വേജ് മലയാളം. സോ അവർ പറഞ്ഞു കുറച്ച് ഇംഗ്ലീഷും ഹിന്ദി മലയാളം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കോൺവെർസേഷനിലും അതും ഇതെല്ലാം ചെയ്യുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയതിനെ, വീഡിയോ കുറച്ചുകൂടെ എൻഗേജ് ആയതിനെ, അവർ സ്കിപ്പ് അടിക്കാതെ ഫുൾ വീഡിയോ കണ്ടേനെന്നൊക്കെ. ഐ വിൽ ട്രൈ. ഓക്കെ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം എല്ലാ ലാംഗ്വേജിലും മിക്സാക്കി സംസാരിക്കാൻ. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, എൻ്റെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത്. പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം വളരെ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. സംഭവം ഒരു വാരണവയിലൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. വാരണവയിലും മുൻപോട്ട് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വഡോദര എത്തിയിട്ടുണ്ട്. വഡോദര. ഇനി ഇവിടുന്ന് വേറൊരു ട്രെയിൻ കയറിയിട്ട് എക്താ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. എൻ്റെ മോൻ, ഇത് കിടില റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. വൈബ് സാധനം. പക്ഷേ ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ സംഭവം ഇവിടെയും സെയിം ബട്ട് ഡിഫറൻസ്. ജസ്റ്റ് മിസ്സിന് നമുക്കങ്ങനെ 2ാമത്തെ ട്രെയിനും കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഞാൻ ആദ്യം വന്ന ട്രെയിൻ ലേറ്റായിരുന്നു, പക്ഷേ എന്തോ ഭാഗ്യത്തിന് അത് കുറച്ച് 5 മിനിറ്റ് നേരത്തെ വന്നുകൊണ്ട് എനിക്ക് ഈ 2ാമത്തെ ട്രെയിൻ കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എക്താ നഗറിലോട്ട് പോകും. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു എക്താ നഗർ. ഗൈസ്, ഐ ആം സോ ലക്കി ഗൈസ്. കണ്ടോ, ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. ഇത് ജനറൽ കമ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ ബിക്കോസ് മൊത്തം കാലിയായിട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്കൊരു സംശയം. പക്ഷെ ഞാനിതിൽ കയറിയിട്ടുണ്ട്. 2 മണിക്കൂറിൽ നമ്മൾ സ്ഥലത്തെത്തും. സോ വിൽ സീ. ഓക്കെ, എത്തി മക്കളെ, എത്തി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ബസ് കിട്ടും. ഇത് ഫ്രീ ബസ്സാണെന്ന് തോന്നുന്നു ടൂറിസ്റ്റുകൾക്ക്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലോട്ട് പോകാൻ ബസ് കിട്ടും. അങ്ങനെ ഗൈസ്, നമ്മളെത്തി സ്റ്റാച്യു ഓഫ് യൂണിറ്റി. പാരേ സംഭവം ഞാൻ വിചാരിച്ചാലും ഭയങ്കര വലുതാണ്. ഇത് എത്ര 182 ഫീറ്റ് അങ്ങോട്ടുണ്ട്. സംഭവം യമണ്ട സാധനം. കിടിലോസ്കി. ഇനി നമ്മൾ അടുത്തത് അങ്ങോട്ട് പോകണമെങ്കിൽ പാസ് എടുക്കാം. പിന്നെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ എത്തിയുണ്ട്. ഒരു സൺറൈസ് ഒക്കെ കാണാൻ പറ്റി. പക്ഷെ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. സംഭവം സൂപ്പറായിട്ട്. ഇത് ഇത്രയും ഉണ്ട് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാം. സംഭവമാതിരി ഇതിൻ്റെ അകത്തൊരു കൊച്ചു KGF തന്നെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സ്ഥലത്ത് കയറുന്നതിനും നമ്മൾ ഓരോ പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ സംഭവം ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 സ്ഥലമാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഒരു ജംഗിൾ സഫാരി, പിന്നെ സ്റ്റാച്യുവിൻ്റെ പാസ്, പിന്നെ സ്റ്റാച്യുവിൻ്റെ ഒരു വ്യൂവും ഗാലറി. ഇത് 3 ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ആലോചിക്കാം ബാക്കി നമ്മൾ എടുക്കണോ വേണ്ടേന്ന്. ഓക്കെ, അപ്പോൾ കയറാൻ പോവാണ്. ഇതാണ് എൻട്രി.
ചെറിയൊരു സീനുണ്ട്. ബാഗ് കൊണ്ടൊന്നും കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാഗ് ലോക്കറിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ ലോക്കറിലോട്ട് പോവുകയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. திரும்பி வந்துட்டேன்னு சொல்லு. கபாலி எப்படி போனாலும் அப்படியே திரும்பி வந்துட்டா. கபாலிட்டா. അങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് കടന്നു. ഇനി സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, സെക്കൻഡും കടന്നു. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്, തേർഡ് സ്റ്റേജ്. അതും ഇനി കടക്കണം. ഗൈസ്, ദിസ് ഈസ് റിയലി റെഡിക്കുലസ്. ഐസ് ആർ റെഡിക്കുലസ്. അങ്ങനെ തേർഡ് സ്റ്റേജാണിത്. അതും കഴിഞ്ഞു. ഫൈനലി നമ്മൾ അകത്ത് കയറാൻ പോകുന്നു. ലെറ്റ്സ് ഗോ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇറ്റ്. മെയിൽ ഫീമെയിൽ ഒക്കെ നമ്മളിങ്ങോട്ട്. ഗൈസ്, ഒരു സെക്യൂരിറ്റിയും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ആർമിയുടെ ആയിരുന്നു അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഓക്കെ, ബാക്കി സംഭവം ഇതാണ്. കോളേജൊക്കെ ആയിരുന്നെങ്കിൽ, അല്ല കോളേജിലെ പിള്ളേരുടെ ടൂർ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാമായിരുന്നു. ഇത് നഴ്സറിയും 1ാം ക്ലാസ് 2 LP ഒക്കെയാണ്. സോ ദിസ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ലെറ്റ്സ് കീപ് ഇറ്റ്. ഓക്കെ, രാജാവിന് എന്ത് ക്യൂ, വഴിയൊരുക്കടാ മച്ചി, മാറാൻ മച്ചി. അങ്ങനെ ഫൈനലി നമ്മൾ ആ മെയിൻ വ്യൂവിലോട്ട് വന്നിട്ടുണ്ട്. ഓ, കൊച്ചു ചുണ്ണി പിള്ളേരും വന്നിട്ടുണ്ട്. ഇതെന്തോ സ്കൂള് വിട്ടോ അവിടെ. പക്ഷേ സംഭവം നല്ല ജോളിയായിട്ടുണ്ട്. ചിലവരൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തു തരുമോ, വീഡിയോ എടുത്തു തരുമോ എന്നൊക്കെ ചോദിക്കും. ചിലവർ നമ്മുടെ ഫോട്ടോ വീഡിയോ എടുക്കുന്നതിനും ഇടയിലോട്ട് കയറി നിൽക്കും. Wow, look at that, guys. It's really fucking awesome. Yeah, hey. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. സംഭവം ഇത് ഭയങ്കര വലുതാണ്. ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ കുറേ പറയാനുണ്ട് കേട്ടോ. ഈ സ്റ്റാച്ചുവിനെ പറ്റി പറയാനാണെങ്കിലേ, അതുകൊണ്ട് നമുക്കത് പറയണ്ട. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നമുക്കത് സ്കിപ്പ് അടിക്കാം. ഓക്കെ, ഓൾറെഡി പരാതിയുണ്ട്, എൻ്റെ വീഡിയോ ഭയങ്കര ലെന്തിയാണ്, അതാണ് ഇതാണെന്നൊക്കെ. സോ നമുക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പ്. ലൈൻ കട്ട്. ഇത് 182 മീറ്റർ നീളമുണ്ട് കേട്ടോ. ഇത് ഞാൻ അടുത്ത് ചെല്ലുമ്പോഴേ ഇതിൻ്റെ കറക്റ്റ് നീളം നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ നല്ല ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇത് ഈ ഇരിക്കുന്ന സംഭവം എനിക്കിഷ്ടപ്പെട്ട്. വേണ്ട മോനെ, രാവിലെ എത്തിയത് കാര്യമായി. സംഭവം കളറാണ്. ഈ ടേബിളും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മറ്റേ ക്രിസ്ത്യൻ പള്ളിയാണ് ഓർമ്മ വരുന്നത്. കർത്താവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അയ്യോ, ഇരിക്കാൻ സമയമില്ല, നമുക്ക് കുറേ കവർ ചെയ്യാനുണ്ട് ഗൈസ്. ഇന്ന് ഒറ്റ മൈനയും കണ്ട് 2 മൈനയും കണ്ട് ഇന്ന് കിട്ടും എവിടെന്നേലും. എന്നടാ പണി വെച്ചിരിക്കേ? സ്റ്റാർബക്സ്. ഇതിൻ്റെ അകത്ത് സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട്. സ്റ്റാർബക്സും പിന്നെ ഇതൊക്കെ. നമുക്ക് പുള്ളിക്കാരനിലോട്ട് എത്താൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇങ്ങനെ നടന്നു പോവാ, ഇന്നൊന്ന് ഇവിടെ നിന്ന് നമുക്ക് എസ്കലേറ്ററിൽ പോവാം. സോ വി ഗൈസ് ചൂസ് എസ്കലേറ്റർ. സോ നടക്കണ്ട, തിക്കണ്ട, തിരക്കണ്ട, നിന്നാൽ മാത്രം മതി. കലവരമേ കുറേ നേരം നിൽക്കണം, അതാണൊരു ടാസ്ക്. നമുക്ക് വേണമെങ്കിൽ ടൈം ലാപ്സ് ഒക്കെ ഇതിൽ വെച്ച് എടുക്കായിരുന്നു, നൈസായാണ്. ബട്ട് ടൈമില്ല. ഓക്കെ ഗൈസ്, ഞാൻ ആ എസ്കലേറ്ററിൽ നിന്ന് ഇറങ്ങി. സംഭവം ഭയങ്കര ശോകം, മെല്ലെ പോകുന്നു, നീങ്ങുന്നില്ല.
സോ ഞാൻ വിചാരിച്ചു ഇപ്പുറത്തൂടെ നമുക്ക് വാക്ക് ചെയ്ത് തന്നെ നീങ്ങാറുണ്ട്. കണ്ടോ, ഇത് ഭയങ്കര ശോകമാണ്. ഇത് തന്നെ അനങ്ങിയാ പോവും. പക്ഷെ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് എത്തും. നമുക്ക് ഒരുപാട് കവർ ചെയ്യാനുണ്ടേ. നമ്മൾ പുള്ളിക്കാരൻ്റെ മൂട്ടിലെത്തി. നമുക്ക് എൻട്രി വഴി കയറി ഫുള്ളൊന്ന് കണ്ടേക്കാം. എന്തായാലും ഇവിടം വരെ വന്നതാണ്. ഇത് കണ്ടിട്ട് എനിക്കൊരു പേടിയാവുന്നുണ്ട്. ഇത് വല്ലാത്തൊരു തല. നമുക്ക് കുറച്ച് നേരം മൂവീസ് കാണാം. പുതിയ ഏതെങ്കിലും പടം ഉണ്ടോ നോക്കട്ടെ. പടം ഇട്ടിട്ടുണ്ട്. ഇതിലും പുള്ളി തന്നെ, ഒരു മാറ്റമില്ല. ഐ ലൈക്ക് ദാറ്റ് വൺ. മോദിജി ഉണ്ട് ഗൈസ്. മോദിജി എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കത് പിന്നെ കേൾക്കാം. ഫസ്റ്റ് ആക്ച്വലി ഐ ഡോണ്ട് വാണ്ട് ദീസ് സീറ്റ്. ഐ വാണ്ട് ദീസ് സ്റ്റാച്യു എവിടെ? ഞാൻ അത് കാണാനാണ്. ഇത് ഫുള്ള് ഗാലറിയാണ് ഗൈസ്. ഇവിടെ ഒന്നും എനിക്ക് കാണാൻ വേണ്ടി. അങ്ങനെ ലിഫ്റ്റൊക്കെ കയറി നമ്മൾ ഏകദേശം മേലെ എത്തിയിട്ടുണ്ട്. ഇതെന്താണെന്നോ എവിടാണെന്നോ ഒരു പിടുത്തമില്ലല്ലോ ദൈവമേ. നമ്മൾ ഒരുപാട് മേലെത്തിയിരിക്കുന്നു. നമ്മൾ പുള്ളിയുടെ ഏകദേശം എവിടോ എത്തി നിൽക്കുക കേട്ടോ. പക്ഷെ എവിടാന്ന് എനിക്ക് പിടുത്തമില്ല. ഇതാണ് ഇതിൻ്റെ മേലെ നിന്നുള്ള ടോപ്പ് വ്യൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ഹൈറ്റ് ഇത്രയുണ്ട്. ഇത് മറ്റേ സാധനം, ഇത് മറ്റേ സാധനം, ഇത് മറ്റേ സാധനം, ഇതത്. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മോഡൽ. ഇങ്ങനെ 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 ഇങ്ങനെ. ഇതൊക്കെ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാരാണ്. രാജരാജ കമ്മത്ത്, പഴശ്ശിരാജ, അവരൊന്നും ഇതിലില്ല. ഇതൊക്കെ വേറെ ആരൊക്കെയാണ്. ഓക്കെ, ഇതൊരുപാടുണ്ടല്ലോ. ഇതൊരു കുടുംബം എന്ന് പറഞ്ഞിട്ടൊരു പഞ്ചായത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. അത് വേറെ പരിപാടി പിടിക്കാം. അപ്പോൾ ഇനി കുറച്ചുകൂടെ നമുക്ക് മേലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് കുറച്ചുകൂടെ അടുത്തെത്താം. സോ അടുത്ത എസ്കലേറ്റർ. ഇത് കുറച്ച് സ്പീഡുണ്ട് കേട്ടോ. മറ്റേത് ഭയങ്കര ശോകമായിരുന്നു. ഞാൻ വരുന്നടാ. അങ്ങനെ നമ്മൾ പുള്ളിയുടെ മൂട്ടിലെത്തി. ഇനിയും കയറണം, നല്ല അടുത്തെത്തുള്ളൂ. നമുക്ക് അടുത്ത സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പല്ല, എവിടെയുണ്ട് എസ്കലേറ്റർ ഗൈസ്. രക്ഷപ്പെട്ടു. ഞാൻ അടുത്ത സ്റ്റെപ്പ് കയറേണ്ടി വരുമെന്ന്. എത്തിയടാ. ഇതാണ് മോനെ ഹൈറ്റ്. ഇതെന്തൊക്കെയാ കാണുന്നേ? എന്തൊക്കെയാ കാണുന്നുണ്ട്? കണ്ട, ഇതാണ് ശരിക്കും ഹൈറ്റ്. താഴ്ന്ന് കാണുന്നൊന്നും അല്ല. എൻ്റെ അമ്പു, ബാഹുബലിയുടെ മറ്റേ സാധനത്തിന്റെ അത്രയൊക്കെ കാണുമെന്ന് തോന്നുന്നു കേട്ടോ. എങ്ങനെ വെച്ചാലും പുള്ളിയുടെ മുഖം കാണാൻ പറ്റത്തില്ലല്ലോ ദൈവമേ. ഒരു ഷമ്മി മുഖം കാണാൻ പറ്റും. അതേന്റെ കൂട്ടകൾ കാണുന്നുണ്ടോ? അവിടാണ് നമ്മൾ നേരത്തെ കയറിയത്. അത്ര ഹൈറ്റിലേറെ പോയിട്ടുള്ളൂ കേട്ടോ. അതിന് മേലോട്ട് പോയിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് പോയി നിൽക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അറിയാം. ഇത്രയും ഹൈറ്റ് ഉണ്ട് നമുക്ക്. ഞാൻ ഇന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വിറകിൻ്റെ നഖത്തിൻ്റെ ഇടയിൽ കയറാനുള്ള അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ട് സംഭവം. ഇവിടെ ഒരു മലയാളി കുടുംബമൊക്കെ ഉണ്ട്.
പുള്ളിയുടെ കയ്യിരിക്കുന്നത് കലാഷ്നിക്കോവയാണ്. കലാഷ്നിക്കോവ. ഇതിൽ റബ്ബർ ബുള്ളറ്റാണോ അതോ ഒറിജിനൽ ബുള്ളറ്റാണോ അതൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ബസ് വന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ പോകുന്നത് ജംഗിൾ സഫാരി. ജംഗിൾ സഫാരിക്ക് നമ്മൾ ഇവിടുന്ന് ബസ് കയറി അടുത്ത സ്പോട്ടിലോട്ട് സംഭവം പെട്ടെന്ന് എത്തി ഗൈസ്. ഇത് ജംഗിൾ സഫാരി എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്കൽ സെറ്റപ്പാണ്. എന്താണെന്ന് അകത്ത് കയറിയാലേ അറിയത്തുള്ളൂ. ഇവിടെ സൂവൊക്കെ ഉണ്ടോ? അങ്ങനെ ജംഗിൾ സഫാരിയിലോട്ട് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ടിക്കറ്റ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഗൈസ്, ഞാൻ ഈ ജംഗിൾ സഫാരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച മറ്റേ വണ്ടിയിലൊക്കെ നമ്മളിങ്ങനെ പോകുന്ന അതാണെന്നാണ്. പക്ഷേ ഇവിടെ വണ്ടിയൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. ഇവിടെ വണ്ടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ നടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ആ ഗൈസ്, നമ്മൾ സെർവൽ പൂച്ചേനൊക്കെ പറഞ്ഞിട്ട് ഒരു ആട്ടുമുട്ടയുടെ അത്രയും. ദൈവമേ, ഒരു സിംഹമല്ലേ സംഭവം. ഇതെല്ലാം പൊമ്പള സിംഹങ്ങളാണ് ഗൈസ്. ആമ്പള സിംഹത്തിനെ കണ്ടില്ല. ആമ്പള സിംഹമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് സീനായ. ഇതെല്ലാം ഒരുമാതിരി ചത്ത് ഉറങ്ങി കിടക്കുന്ന സിംഹങ്ങൾ. മോശം മോശം മോശം, വളരെ മോശം. സിംഹത്തിനൊന്നും പഴയതുപോലെ ഒരു എനർജി ഒന്നുമില്ല ഗൈസ്. അടുത്തത് നമ്മുടെ ഇന്ത്യൻ ലെപ്പേർഡ്. സാധനത്തിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, നമ്മളെ പറ്റിച്ച്. ഇതിനൊക്കെ നേരിട്ട് കാണാൻ പറ്റിയ അതിയായ സന്തോഷമുണ്ട്. എന്നെ കണ്ടത് പേടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ തേടി നടന്നവൻ ഇവനാണ്. വൈറ്റ് ലൈൻ. ഇവരെന്തോ ഫാമിലി പ്രോബ്ലം ആയിരുന്നു. അപ്പൊ കാര്യപ്പെടുത്താൻ കൂടി അടിയുമ്പോൾ നമുക്കപ്പോൾ അടുത്ത സ്പോട്ടിലോട്ട് പോകണമെങ്കിൽ വണ്ടി വേണം. വണ്ടിക്കായിട്ട് വെയിറ്റിംഗ് ആണ് ഗൈസ്. വണ്ടി വന്ന് കയറി പോയാ ഒരവസ്ഥയിലാണ്. അങ്ങനെ യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഈ സാധനം ഭാഗ്യം, അവരെന്തായാലും മാന്യന്മാരാണ്. വെളിയിലേക്ക് പോകുന്നത്. ഇത്രയും നേരം നമ്മൾ മൃഗങ്ങളുടെ വിശേഷം കണ്ടു. ഇനി കുറച്ചു നേരം നമുക്ക് പക്ഷികളുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇനി സഞ്ചാരം ചാനൽ നിങ്ങളുമായി പോകുന്നത് പക്ഷികളിലേക്ക്. അങ്ങനെ ആദ്യം കണ്ടത് ഒരു തത്തുമ്മയായിരുന്നു. പിന്നെ വേറൊരു തത്തുമ്മേന്, പിന്നെ വേറൊരു തത്തുമ്മേന്, രണ്ട് ചേച്ചിമാരെയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടിരിക്കുന്നത്. ഒരു മയിലല്ലേ ഇത്? ഇനി നമ്മൾ മറ്റേ അനാക്കോണ്ടല്ല, ജുറാസിക് പാർക്കിന്റെ സെറ്റിലോട്ടാണ് പോകാൻ പോകുന്നത്. ഏകദേശം പരിപാടിയാണ്. ഇത് പ്രതിമയല്ലായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമാണ്. ഇതൊക്കെ ജീവനുള്ളതായിരുന്നു. മക്കളെ മക്കളെ, ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കണം ഒരു വട്ടം. ഇതിനൊക്കെ ഇത്രയും അടുത്തൊക്കെ ഞാൻ കാണുന്ന ആദ്യമായിട്ടാ.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലറി ഇവിടെ ഇവരുടെ ഫൈറ്റ് നടക്കും കേട്ടോ. ഇത് റിങ് ഉണ്ടോ, ഈ റിങ്ങിൻ്റെ അകത്ത് ഇവരുടെ ഫൈറ്റ് ഉണ്ട്. അത് 6 മണിക്കാണ്, വൈകിട്ട് 6 മണിക്കേ തുടങ്ങത്തുള്ളൂ. നമുക്ക് അതെന്താ ഇത് ഇത്ര നേരം ഇങ്ങനെ തുണി പൊക്കി കാണിക്കുന്ന പോലെ ഒരു സാധനമൊക്കെ ഇട്ടായിരുന്നു. ഇത് ഞാൻ ക്യാമറ അങ്ങോട്ടാക്കിയപ്പോൾ അത് അടച്ചു വെച്ച്. വലിയൊരു കുളിച്ചും കാണായിരുന്നു. ഇവന്മാര് തലയിൽ തൂറാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. കാരണം ഇതൊന്നും പെയിന്റ് അടിച്ചേക്കുന്നതൊന്നും അല്ല, ഇവന്മാര് തൂറിയതാണ്. എന്താ അല്ലേ സിറ്റി പീപ്പിൾസ്. ശേടാ ഇതിന് ഞാൻ ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. നോക്കുന്നുണ്ട്, ചിലപ്പം ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു വല്ലാത്തൊരു നോട്ടം. ഇവരൊക്കെ കരയിൽ കയറി സ്കൂള് കഴിഞ്ഞെന്ന് തോന്നുന്നു. ശരിക്കും ഡൈനോസർസിന്റെ ആ പടത്തിലൊക്കെ കാണുന്ന പോലത്തെ സെയിം ഐറ്റം. ഇവരുടെയൊക്കെ കൂട്ടത്തിൽ സമാധാനത്തിന്റെ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പുള്ളി ഭയങ്കര പീസാണ്. കിട്ടി മക്കളെ കിട്ടി. ഇതാണ്ട് ക്ലോസിലൊരെണ്ണത്തിന് മയിലെണ്ണ. ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മയിലെണ്ണ ഉണ്ടാക്കാം. പക്ഷെ അത് ഇവർ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവരുടെ പേര് കോമൺ ടീം. അവാർഡ് പടം നടക്കുന്ന പോലെ അനങ്ങി എഴഞ്ഞ് ചേടാ. ഇവനേതാ ഇതിനൊക്കെ ഉണ്ട് അകത്തോട്ട് നടക്കുന്നു. പുള്ളിയല്ല, പക്ഷിരാജനായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സാധനത്തിനെ അടുത്ത് കാണാൻ പറ്റി. എന്താ സാധനം എന്ന് അറിയത്തില്ല, പക്ഷെ യമണ്ട സാധനം. ആൾക്കൂട്ടം കൂടി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. നമുക്ക് വേറെ സ്പോട്ട് കിട്ടും. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ബോർഡിൻ്റെ അടുത്ത് തന്നെ വന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഇത് രണ്ടും രണ്ടാണ്. അടുത്ത് നമുക്ക് മാൻകുട്ടിയിലേക്ക് കിടക്കാം. മാൻകുട്ടി, ഉസ്മാന്റെ വീട്ടിലെ പശുക്കുട്ടി. അയ്യോ മാൻ. ഒരു ശുണ്ണി മാനുണ്ട് ഗൈസ്. 2 ശുണ്ണി മാനുണ്ട് ഗൈസ്. ഫോട്ടോയിൽ കണ്ടതും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു മാൻ, 2 മാൻ, ഒരുപാട് മാൻ, മാനോട് മാൻ. അതേണ്ട ഒരു മാൻ. 0 സിവിക് സെൻസ്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അത് അപ്പ് ഇടുന്നു. 0 സിവിക് സെൻസ് എന്നിട്ട് പറയാനെന്ന് പറയാം. ഇവിടെയൊക്കെ കുറേ മാനുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകണം. അപ്പോൾ വണ്ടി നോക്കി വെക്കുക. ഇനിയും മറ്റേ വണ്ടി വരണം. നമ്മൾ എല്ലായിടത്തും പുള്ളി ഉള്ളതാണ്. അടുത്ത കുറച്ച് ഡേഞ്ചറസ് ആണ്. സ്ലോത്ത് ബിയർ നിങ്ങളുടെ ഇതിനെ പിടിച്ച് ഇതിനിട്ട് കൊടുത്താൽ ചെറുക്കം കുറെ നേരമായി. ഇപ്പം വിഷയമാണ് ഗൈസ്. ഇവനെ മിക്കവാറും ആളെ ഒഴിഞ്ഞ സമയത്ത് ഞാൻ ഏതിലേലും ജീവിക്ക് പിടിച്ചിട്ട് കൊടുക്കും. നമ്മൾ സാധനത്തിനെ കണ്ടില്ലല്ലോ. കഥകള നമുക്ക് ഫിറോസൊക്കെ ഒന്ന് വിളിക്കേണ്ടി വരും ഗൈസ്. അതിനുള്ള സാധനമൊക്കെ ഉണ്ട്. ചെണ്ട ഇതൊക്കെ അതിൻ്റെ കൊച്ചുങ്ങളാന്ന് തോന്നുന്നു. ക്ഷണി സാധനം. പിന്നെയും കണ്ടു കിട്ടിയിട്ടുണ്ട് വേറെ കുറച്ച് ടീമുകൾ. ഇതിനൊക്കെ പണ്ട് മറ്റേ 1-ലോ 2-ലോ കണ്ട് പഠിക്കുമ്പോൾ സൂവിൽ പോയി കണ്ടതാണ്. പിന്നെ ഇപ്പോഴാണ് കാണും. ഇത് കിടക്കുന്ന നോക്കിയ കല്ലേത് ഇതേതൊന്നും അറിയത്തുപോലും.
ഇല്ലാത്ത കാര്യം അറിയാതെ വീണ് നീന്തി രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ പോലും ഇവന്മാർ സമ്മതിക്കത്തില്ല ഗൈസ്. ഫുൾ ഡേഞ്ചറസ് ക്രോക്കഡൈൽസ് ആർ ഹിയർ. പിന്നെ നമുക്ക് ഇവിടെ കട്ല, റോഹു അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്തോ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഏതാ ബ്രീഡെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് നിറച്ചും ഇവരുടെ ആധിപത്യമാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ആൻസി സ്റ്റേഷനെ കാണാനാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഈ പുള്ളിയാണ്. പുള്ളി എന്തോ വിഷാദരോഗത്താണ് തോന്നുന്നു. 4-5 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നു. പുള്ളിയൊന്നും അനങ്ങുന്ന പോലും ഇല്ല. ഇന്നത്തെ കറിയൊക്കെ ഒന്ന് 1 വർഷത്തേക്ക് കൂട്ടാനുള്ളതുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ വെളി വന്ന് നിൽപ്പുണ്ട്. പുള്ളിക്ക് മാത്രമേ ഒരു മാന്യനായിട്ടുള്ളൂ. ആൾക്കാരായിട്ടൊക്കെ വലിയ സോഷ്യലൈസാണ്. പുള്ളി എന്തോ കാര്യമായിട്ട് നമ്മളോട് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ വേറെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി എന്തോ കാര്യമായിട്ട് എഴുതുന്നുണ്ട്. അടുത്ത് ഇവരാണ് സൗത്ത് ആഫ്രിക്കൻ കോട്ടി. അത് കാണാൻ പറ്റും. സംതിങ് ഫിഷി ഗൈസ്. രണ്ടും 2 കൂടാണ്. അടുത്തത് ടിഫ്റ്റഡ് കപ്പിച്ചിൻ മങ്കി. ഉണ്ടോ ഇത് പുതിയ ഇനമാണ്. നമ്മുടെ മനുഷ്യന്മാരായിട്ട് ഭയങ്കര സാമ്യമുണ്ട്. വേണ്ട ഡ്രസ്സൊക്കെ ഇടുന്നു. കുഞ്ഞു സാധനം. അടുത്ത നമ്മൾ ഒരു കിളിക്കൂട്ടിലാണ് കയറിയേക്കുന്നത്. ഇനി ഫുള്ള് കിളികളാണ്. കണ്ടടാ അങ്ങനെ വന്നപ്പം തന്നെ സംഭവം ഇരിപ്പുണ്ട്. പിന്നെ ലവ് ബേർഡ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തൊക്കെയോ ഇത് മറ്റേ സംഭവം. ഇവന്റെ പേര് മക്കാവോ ഒന്നും കണ്ടല്ലോ. എനിക്ക് കോഴിയാണോ ഹെയർ സ്റ്റൈൽ നോക്ക്. എന്റെ മോത് അടിപൊളി. ശിവമേ എന്താ ഇതൊക്കെ ഒന്നും പേടിയൊന്നുമില്ല കേട്ടോ. ഇവന്മാരുടെയൊക്കെ ഹെയർ സ്റ്റൈലാണ് കഴിച്ച് എന്തോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്തൊരെണ്ണം ഉണ്ട്. അഴക് അപ്പടിയോടെ അഴക്. ഇതിൻ്റെയൊക്കെ ഇറച്ചിക്ക് എങ്ങനെയാണെന്നെന്തോ വില വരുന്നത്. താറാവിറച്ചിയുടെ ആ വിലയായിരിക്കും കേട്ടോ. അതാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഹോൾസെയിൽ തുടങ്ങാനുള്ളൊരു പരിപാടിയാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അങ്ങനെ കഴിച്ച് അടുത്ത സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് യമു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് ദർ നെയിം ഈസ് യമു. അത് സിംഗിൾ യമു, ഇത് ഗ്രൂപ്പ് എമോസ്. ഇവരുടെ പേരെന്തൊന്നും എനിക്കറിയത്തില്ല. ഇവരുടെ ബോർഡ് ഞാൻ കണ്ടില്ല. പക്ഷേ ഇത് അമ്മയും മോനുമാണ്. അത് മാത്രമേ എനിക്കറിയാം. ഐ ആം സോറി. ഇത് യമു അല്ല, ഇത് ഓസ്ട്രിച്ച് ആയിരുന്നു. എൻ്റെ മിസ്റ്റേക്കാണ്. ഐ ആം സോറി കളിയാ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകുന്നത് നമ്മൾ സീബ്രയുടെ അടുത്തേക്കാണ്. സീബ്ര എന്ന് പറയുമ്പം കൊള്ളാം, നല്ല സീബ്രയാണ്. കുരുമുളക് ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിക്കും, കിട്ടുക്കും, തിമിർക്കും. മനാഫ് ഗൈസ്, മനാഫ്
ഇത് മന പുള്ളി ഒന്ന് അനങ്ങി കിട്ടി. എനിക്ക് ഒന്ന് അരമണിക്കൂർ എങ്ങാണ്ട് പുള്ളി അനങ്ങാതെ നിൽക്കുമായിരുന്നു. ഇപ്പോഴും ഒന്ന് അനങ്ങി തുടങ്ങി. ഫൈനലി അങ്ങനെ ഞാൻ അത് കണ്ട് തീർത്തു. വൈൽഡ് ലൈഫ് സഫാരി എന്ന് പറഞ്ഞ വണ്ടിയിൽ ഇരുന്നാൽ മതി, അവരിങ്ങനെ ഓരോ സ്ഥലത്തും കൊണ്ടേ കാണിച്ചു തരും. അതെല്ലാം നടക്കണമായിരുന്നു ഗൈസ്. നടന്ന് വരെയും പറയാം. നീ എന്തായാലും സംഭവം തീർത്ത് ഇനി അടുത്ത സ്പോട്ട് എങ്ങോട്ട് പോകുന്ന ഇങ്ങനെ ആലോചിക്കും. കുറെ ഉണ്ട് കാണാൻ. അപ്പം ഏതാ ബെസ്റ്റ് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ച് നോക്കിയിട്ട് പോകാന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് വന്നേക്കുന്നത് വ്യൂ പോയിന്റ്. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. അത് ഡാമാണ്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇറ്റ്. ഇതിൻ്റെ മേലിൽ കൂടെ റോപ്പ് ആണെന്ന് തോന്നുന്നു ഗൈസ്. എന്തൊരു സാധനമുണ്ട്. നമുക്ക് ആരോടെങ്കിലും ചോദിച്ച് അതിനെപ്പറ്റി രണ്ട് വാക്ക് മനസ്സിലാക്കാം. ഇവിടെ വിശാലമായ പുഞ്ചപ്പാടം വന്ന അതിമനോഹരമായ ഗ്രാമം. പിന്നെ നല്ല കൊട്ട വെയിലുമുണ്ട്. വെയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തണുപ്പൊക്കെ മാറി. നേരത്തെ കിടുകിടാ തണുപ്പായിരുന്നു. ഇപ്പോൾ കിടുകിടാ തണുപ്പ് മാറി. ഇപ്പം കൊട്ട വെയിലായിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് ഞാൻ മിക്കവാറും നൈജീരിയൻ കുട്ടനാകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കാക്ടസ് ഗാർഡൻ ഗൈസ്, അവിടെ ഒരു കാക്ടസ് ഗാർഡൻ ഉണ്ട്. നമുക്ക് പറ്റുവാണെങ്കിൽ അങ്ങോട്ട് പോകാൻ നോക്കാം. ഓക്കെ, ടൈം കിട്ടുവാണെങ്കിൽ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇത് കഴിഞ്ഞാൽ അവിടെ ഒരു കാക്ടസ് സംഭവം. നമുക്ക് എല്ലാം ഇപ്പം തന്നെ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ നല്ല ടൈം എടുക്കും. അതുമല്ല, നമുക്ക് ഇതെല്ലാം കാണണ്ടേ. കണ്ട് വേണം പോവാൻ. മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ഹിയർ, ബട്ട് ഐ ഡോണ്ട് നോ ഐ ക്യാൻ കവർ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അങ്ങനെ നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്താണ് ഈ വാട്ടർഫോൾസ് കണ്ടത്. വലിയ ഗുണമൊന്നുമില്ല, എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് അടുത്തത് ബട്ടർഫ്ലൈ പോയിന്റിലേക്ക്, ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് മെല്ലെ നടന്നു വരുന്നു. സംഭവം ഇതിലേക്കൂടെ നടക്കാൻ നല്ല രസമുണ്ട്. നമ്മൾ നല്ല തണലുണ്ട്. പിന്നെ സമയം പോലൊന്നും അറിയത്തില്ല. കണ്ടാ നൈസല്ലേ. പക്ഷെ വെളിയിൽ കൊട്ട വെയിലും, അടുത്ത് ഇവിടെ ആണെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ ചെടി ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. സോ ഗേജ് നമുക്ക് ഇതുവഴി നടക്കാം. ഞാൻ പെട്ടെന്നാണ് നടക്കുന്നത്. മാക്സിമം സ്പീഡിൽ നടക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇന്ധനം ഉള്ളിലേക്ക് ചെല്ലാത്തത് കാരണം വണ്ടി അങ്ങോട്ട് വലിക്കുന്നില്ല. ഇന്ധനം ഇന്ന് കുറവാണ് കയറിയേക്കുന്നത്. കുറച്ച് ഇന്ധനം നമുക്ക് കയറ്റണം. പക്ഷേ അതിനുള്ള നല്ല സ്പോട്ടൊന്നും കിട്ടിയിട്ടില്ല. നോക്കാം, ലെറ്റ്സ് സീ. അടുത്ത് നമ്മൾ വന്നത് യൂണിറ്റി ഓഫ് ബ്ലോക്ക് ഗാർഡൻ. ഇവിടെ എന്താ ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവിടെ ഭയങ്കര ആൾക്കൂട്ടം. എന്താ സംഭവം ഒന്നും കരുതില്ല. നമുക്ക് എന്തായാലും നോക്കാം, എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഗൈസ്, ഇതെന്താ സംഭവം എന്നറിയോ? ഇത് ഫുള്ള് ലൈറ്റാണ്. ഇത് രാത്രിയാ ഇതിൻ്റെ പരിപാടി. അതായത് വൈകിട്ട് 6 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് ഇതിൻ്റെ പരിപാടി. ഇത് ഫുള്ള് രാത്രി ലൈറ്റ് ഇടുമ്പോഴുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്കിത് ഇപ്പം കാണാൻ പറ്റത്തില്ല. നമുക്ക് വേറെ സ്പോട്ട് നോക്കാം. വാലി ഓഫ് ഫ്ലവേഴ്സ്. ഇവിടെ എല്ലാം ബോർഡുണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ പോകാം. നമുക്കങ്ങനെ ആകർഷകമായിട്ടുള്ള പൂക്കളൊന്നും ഞാനിവിടെ കണ്ടില്ല. കുറച്ച് റോസാപ്പൂ ഉണ്ട്. റോസാപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവിടെയുള്ള സെയിം സാധനം. പിന്നെ അതിൻ്റെ വേറൊരു കളറുണ്ട്. പിന്നെ തെച്ചി. അത് ഞാൻ കുറച്ചുകൂടെ വെറൈറ്റിയാണ് ഉദ്ദേശിച്ചത്. ഒന്നും ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ റഫ്ലേഷ്യ, കോളിഫ്ലവർ, ആ ഫ്ലവർ. As usual, normal stuffs. Nothing special. Simple wasting time. Rosa climbing iceberg.
പോരാ സമയം, പോരാ. ജാസ്മിൻ ഹെലിയാന്തസ്. ഹെലിയാന്തസ് എന്ന് പറഞ്ഞിട്ട് സൂര്യചന്ദ്ര ഫോട്ടോ ആണല്ലോ. സംഭവം ഇവിടെ പൂക്കളൊന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ വ്യൂ നൈസാണ് ഗൈസ്. വ്യൂ കാണാൻ വേണ്ടി നമുക്കിവിടെ വരാം, അത് വർത്താണ്. ഞാനിപ്പോൾ എവിടെയാണെന്നറിയോ? I'm in Valley of Flowers, ഗുജറാത്ത്, ഇന്ത്യ. സോ ഞാനിപ്പം ഇവിടെയാണുള്ളത്. ദൈവമേ, ഇത് കാണാനൊന്നുമില്ല. ഈ പേര് വേലത്ത് ഞാൻ വന്നെന്ന് ആലോചിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഗൈസ്, ഇന്ന് ഇത്രയേ ഉള്ളൂ. ഡ്യൂ ടു സം റീസൺസ് എനിക്ക് ട്രിപ്പ് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കുറേ സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. ഇപ്പോൾ തിരിച്ചു പോവാണ്. ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, എൻ്റെ ചാനൽ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് മൈ വീഡിയോസ്, ഷെയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നീ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.